രാഹുൽ മാങ്കൂട്ടത്തിന്റെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കാരണം വെച്ചാൽ അതൊക്കെ കേസും കാര്യങ്ങളും സബ് ജുഡീസൊക്കെ ആകാൻ പോകുന്ന കേസുകളാണ്. അത് അന്വേഷണ വഴിക്ക് വരെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തോന്നിയൊരു വിഷയം, അതായത് ഇത്രയും, ഇത് ഞാൻ പറയാൻ പോകുന്ന ഇൻവെർട്ടർ കോമയാണ്, ഇത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്, ഇത്രയും പൈതൃകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടുണ്ടോ സൈബർ ഗുണ്ടകള്? എനിക്ക് സംരക്ഷണം വേണം. അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു, ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും എന്നുള്ളത്. അപ്പൊ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണി മാത്രം മുഴക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു വിലാപം, ഒരു രോഷപ്രകടനം നടത്താൻ കോൺഗ്രസിന്റെ ഒരു MPക്ക് ഒരു സാഹചര്യം ഒരുക്കിയതാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, എന്നെ ആക്രമിക്കുന്നത് CPM അല്ല, ഇടതുപക്ഷമല്ല, എന്നെ ആക്രമിക്കുന്നത് BJP അല്ല, എന്നെ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്ന് ഒരു ജനപ്രതിനിധി, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് MP, അതും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന അവസ്ഥയിൽ വിലപിക്കേണ്ടി വരുന്നത് എന്ത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. സൈബർ വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഇരയായ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സൈബർ അറ്റാക്കിനെ എങ്ങനെയാണ് കാണുന്നത് പൊതുവിൽ തന്നെ? അല്ല, ഞാൻ ഈ എപ്പോഴും ഇതിന്റെ എന്നാ മൈക്രോലെവൽ എനിക്കറിയാം. ഇപ്പൊ ഡൽഹിയിലായതുകൊണ്ട് അറിയില്ല. ഞാൻ ഉണ്ണിത്താൻ എന്റെ സ്നേഹിതനും എന്റെ സഹപ്രവർത്തകനും ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണിത്താന്റെ ഈ വിലാപം, ഈ രോഷപ്രകടനം എന്റെ ശ്രദ്ധയിലേക്ക് വന്നത്. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, ഞങ്ങളുടെ വിലപ്പെട്ട സഹപ്രവർത്തകൻ ഇന്ത്യ ബ്ലോക്കിലെ ഒരു MP ആണ്. ആ MP ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. ഇത്രയും പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടി ആ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, അദ്ദേഹത്തെ സംരക്ഷിക്കണം, അദ്ദേഹത്തിന്റെ അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവും സംരക്ഷിക്കണം. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട, ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി പോരടിക്കേണ്ട ഒരു MPയെ ആ പാർട്ടിയിലെ നേതാക്കന്മാരും അണികളും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വലിയൊരു പോരാളിയല്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ആ പോരാളിയെ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ. ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള സമവാക്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്താ കാരണം വെച്ചാൽ, പക്ഷെ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതായത് ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കേരളത്തിൽ കട്ടപ്പുക എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്കുള്ള മുന്നറിയിപ്പല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നറിയിപ്പാണ്. അതായത് പരസ്യമായിട്ടാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് എന്റെ സഹപ്രവർത്തകൻ, എന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായിട്ട് ഒരാൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കണം കോൺഗ്രസ് നേതാക്കന്മാരോട്. അതായത് സമന്വിതനായിട്ട്. അത് മാത്രമല്ല, ശശി തരൂർ എന്നുള്ള വ്യക്തി ഒരു കേവല MP മാത്രമാണോ? കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമല്ലേ? മാത്രമല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ രണ്ടാമനാണ്. എന്താ കാരണം? അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. രാഹുൽ ഗാന്ധിയൊക്കെ യഥാർത്ഥത്തിൽ സ്ഥാനം കോൺഗ്രസിൽ ഉണ്ടാകേണ്ട ഒരാളാണ്. എന്താ കാരണം? മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് 1500 വോട്ട് മേടിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ വാക്കുകളാണ് കോൺഗ്രസ് മുഖവിലക്കെടുക്കേണ്ടത്? ഞങ്ങളുടെ വാക്കൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പ്രവർത്തികളെയൊക്കെ പുകഴ്ത്തുന്നതിനോടൊപ്പോൾ എന്താണ്? ഞാൻ തന്നെ ട്വീറ്റ് ഇട്ടല്ലോ, അതായത് കോൺഗ്രസിനെ കുറിച്ച് നരേന്ദ്രമോദി നടത്തിയ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം, അതായത് മാവോയിസ്റ്റ് ലീഗ് പാർട്ടിയാണ്, അത് വളരെ ഇൻസ്പയറിംഗ് ആണ്, പ്രചോദനാത്മകമാണെന്ന് ശശി തരൂർ ട്വീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശശി തരൂരോട് എന്ത് പരാതി? ഒന്നുമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. പക്ഷെ അതേക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രതികരണം വേണ്ടേ? കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അവിടെ ബൂത്ത് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ പാർലമെന്റ് സമ്മേളനം നടക്കേണ്ട സമയമാണ്, എല്ലാ പാർട്ടികളെയും യോജിപ്പിക്കേണ്ട സമയമാണ്. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വരേണ്ടതാണ്. ബീഹാറിലോ പുള്ളി പോയിട്ടില്ല, ബീഹാർ തെരഞ്ഞെടുപ്പിലൊന്നും. എന്റെ സ്നേഹിതൻ തന്നെയാണ്, ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ്.
പക്ഷെ അവിടെ ഒരു പഞ്ചായത്ത് തലത്തിൽ കോർപ്പറേഷൻ തലത്തിലൊക്കെ പ്രചരണം നടത്തുന്നത് മനസ്സിലാക്കാം. ബൂത്ത് കയറി വീട് കയറി നടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ആഭ്യന്തര വിഷയത്തെക്കുറിച്ചും തന്റെ പാർട്ടിയിലെ ഉണ്ണിത്താനും അതുപോലെ തന്നെ ശശി തരൂരൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കണ്ടേ? KC ബീഹാറിൽ പോയിരുന്നെങ്കിൽ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഏത് KC ബീഹാറിൽ പോയി പ്രചരണം നയിച്ചിരുന്നെങ്കിൽ എന്താ സംശയിക്കണേ? സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ KC വേണുഗോപാല്? കോൺഗ്രസിന്റെ സംഘടനയെ നയിക്കേണ്ട വ്യക്തിയല്ലേ അദ്ദേഹം? രാഹുൽ ഗാന്ധിയെ കുറിച്ച് പിന്നെ RJD നേതാക്കന്മാർ എന്താ പറഞ്ഞ്? ഇപ്പൊ എന്റെ സ്നേഹിതന്മാര് RJD നേതാക്കന്മാർ, എന്റെ സഹപ്രവർത്തകർ എന്താ പറഞ്ഞ്? അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ 2 വട്ടം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിന്നല്ലേ പറഞ്ഞത്? തേജസ്വി യാദവിനെ പിന്നെ മുന്നിൽ നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പരാതി RJDക്ക് ഒരുപാട് പരാതികളുണ്ടല്ലോ. അപ്പൊ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ? അതല്ല രാഹുൽ ഗാന്ധിയുടെ കാതും കണ്ണുമായിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ ഇക്കാര്യങ്ങളൊക്കെ തിരുത്തുന്ന നടപടി ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ? കേരളത്തിലേക്ക് ട്രാക്ക് മാറ്റുന്നുള്ള മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. ഏത് അല്ലെ? അത് കോൺഗ്രസ് ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും സ്വപ്നം കാണാം. അത് KC വേണുഗോപാൽ മാത്രം സ്വപ്നം കാണരുതെന്ന് ജോൺ ബ്രിട്ടാസിന് പറയാൻ പറ്റുമോ? സ്വപ്നം കാണട്ടെ എന്നേ. പക്ഷെ അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാക്കളും കൂടി പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ.